ഹായ്, ഞാൻ ഡോക്ടർ അനൂപ്, പീഡിയാട്രിക് ഓർത്തോപീഡീഷ്യൻ, മിത്ര ഹോസ്പിറ്റൽ. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് സെറിബ്രൽ പാൽസിയിലെ ഗേറ്റ് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ഡിസോർഡേഴ്സ്. സെറിബ്രൽ പാൽസി പലരും കേട്ടിട്ടുണ്ടാവും. ഇന്നത്തെ എറയിൽ, അതായത് ഇന്നത്തെ ന്യൂ ഏജ് IVF ട്രീറ്റ്മെൻറ്റ്, പ്രീമച്യൂർ ബേബീസ് വരെ സർവൈവ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു 800 grams ഉള്ള കുട്ടി വരെ സർവൈവ് ചെയ്യും, പ്രീമച്യൂറായിട്ട് ബോൺ ആയിട്ടുള്ള കുട്ടികൾ. അങ്ങനെയുള്ള കുട്ടികളിൽ ചിലപ്പോൾ ഹൈപ്പോക്സിയ കൊണ്ട്, അതായത് ബ്രെയിൻ ഹൈപ്പോക്സിയ, തലച്ചോറിലേക്ക് ഓക്സിജൻ എത്തുന്ന അളവിൽ കുറവ് വരുന്നത് കൊണ്ട് കുട്ടികളിൽ വരുന്ന ഒരു ഡാമേജാണ്, ബ്രെയിൻ ഡാമേജാണ് സെറിബ്രൽ പാൽസി എന്ന് പിന്നീട് രൂപാന്തരപ്പെടുന്നത്. ഈ സെറിബ്രൽ പാൽസിയിൽ ബ്രെയിൻ ഡാമേജ് സ്റ്റാറ്റിക് ആയിരിക്കും, പക്ഷേ കുട്ടി വളർന്നു വരുന്ന സമയത്ത് അവരിലുണ്ടാവുന്ന ജോയിൻറ്റ്, മസിൽസ്, ഇതിലൊക്കെ വരുന്ന സെക്കൻഡറി ചേഞ്ചസ്, അതുകൊണ്ടാണ് മൂവ്മെൻറ്റ് ഡിസോർഡേഴ്സ് വരുന്നത്. അത് സ്പാസ്റ്റിസിറ്റി കൊണ്ടുണ്ട്, കോൺട്രാക്ചർസ് കൊണ്ടുണ്ട്. പക്ഷേങ്കിൽ ഈ സെറിബ്രൽ പാൽസിയിൽ എപ്പോഴും ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക സ്പാസ്റ്റിസിറ്റിയിലാണ്. അതായത് ടൈറ്റ്നസ് കുറച്ച്, മസിലിൻ്റെ ടൈറ്റ്നസ് സ്ട്രെച്ച് ചെയ്ത്, ഫിസിയോ ചെയ്ത്, ടാബ്ലറ്റ് കൊടുത്ത് അതിനെ കുറച്ച് ആണ് അതിൻ്റെ മെയിൻ ഫോക്കസ് വരുന്നത്. പക്ഷേങ്കിൽ ഈ സെറിബ്രൽ പാൽസിയിൽ അല്ലാതുള്ള ആസ്പെക്ട്സ് ഉണ്ട്. അതായത് അവരിൽ ബേസിക് പ്രോബ്ലം വീക്ക്നെസ് ആണ്, വീക്ക്നെസ് അലോങ് വിത്ത് സ്പാസ്റ്റിസിറ്റി. കൂടാതെ അവരിലെ പ്രൊപ്രിയോസെപ്ഷൻ, അതായത് അവർ നോർമൽ എന്താണെന്ന് ആ കുട്ടികൾ അറിഞ്ഞിട്ടില്ല. അപ്പം കാൽപാദം നിലത്ത് തൊടുമ്പോൾ അതിൻ്റെ ഫീല്, അത് നടക്കുന്നതിൻ്റെ രീതി, അതൊന്നും അറിയില്ല. അതുകൊണ്ട് അവരിൽ ഈ വീക്ക്നെസ്സിൻ്റെ, സ്പാസ്റ്റിസിറ്റിയുടെ കൂടെ വീക്ക്നെസ്സും കൂടി അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ്. അപ്പോൾ അതിന് ന്യൂറോളജിയുടെ സഹായം വേണം, ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സഹായം വേണം. അതിൻ്റെ കൂടെ പീഡിയാട്രിക് ഓർത്തോപീഡീഷ്യൻ കൂടി ചേരുമ്പോൾ അതൊരു ഹോളിസ്റ്റിക് അപ്രോച്ച് ആവും. കാരണം ഈ കുട്ടികൾ നടക്കാവുന്ന ഘട്ടത്തിൽ അവർക്കെല്ലാവർക്കും ഒരു ഡെവലപ്മെൻറ്റൽ മോട്ടോർ റിട്ടാർഡേഷൻ ഉണ്ടാവും. അതായത് ഒരു 1.5 വയസ്സിൽ നടക്കേണ്ട കുട്ടി 5 വയസ്സാകുമ്പോഴാണ് ആ മോട്ടോർ റിട്ടാർഡേഷൻ, അത് അവരിൽ വൈകിയാണ് വരുന്നത്. നടക്കേണ്ട പ്രക്രിയയൊക്കെ വൈകിയാണ്, എല്ലാം ഡിലേഡ് ആയിരിക്കും. വരുമ്പോഴേക്ക് അവരിൽ നടക്കാൻ ഉതകുന്ന സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക, മുട്ട് നിവർത്താനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക, കാലിൽ വളവുണ്ടെങ്കിൽ അത് നിവർത്തി കൊടുക്കുക, ഇടുപ്പിൽ ചിലപ്പോൾ ഹിപ്പ് ജോയിൻറ്റ്, ഇടുപ്പ് തെന്നിപ്പോകാനുള്ള സാധ്യത, ഹിപ്പ് സർവൈലൻസ് വേണം സെറിബ്രൽ പാൽസിയിൽ. ഇതൊക്കെ പാരൻസും ബോധവാന്മാരായിരിക്കണം. കാരണം ഈ സെറിബ്രൽ പാൽസിയിൽ GMFCS എന്ന് പറഞ്ഞ ഗ്രേഡിംഗ് ഉണ്ട്. അതിനകത്ത് 4 and 5 GMFCS ഗ്രേഡുള്ള കുട്ടികളിൽ എല്ലാ 6 മാസവും കൂടുമ്പോഴും 1, 2, 3 ഗ്രേഡുള്ള കുട്ടികൾ ഏകദേശം ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഹിപ്പ് എക്സ്റേസ് എടുത്തിരിക്കണം. കാരണം ഇടുപ്പിൽ ഒരു വട്ടം തെന്നിപ്പോയാൽ പിന്നീട് അത് തിരിച്ചിടാനും അതിൻ്റെ ചികിത്സയും വളരെ ബുദ്ധിമുട്ടാണ്. പിന്നീട് ഈ കുട്ടികളിലൊരു ഇപ്പം നിലവിലത്തെ സാഹചര്യത്തിൽ മോഷൻ അനാലിസിസ് സാഹചര്യമാണ്. അതായത് ഗേറ്റ് അനാലിസിസ്, 3D ഇൻസ്ട്രുമെൻറ്റഡ് ഗേറ്റ് അനാലിസിസ് ഇന്ന് ലഭ്യമാണ്. അപ്പം അതിൻ്റെ EMGയുടെ സഹായത്തോടെ ഏത് മസിലിലാണ് പ്രശ്നം വരുന്നത്, ഏത് ലെവലിലാണ് പ്രശ്നം വരുന്നത്, ഏത് ജോയിൻറ്റിലാണ് കൂടുതൽ ഇൻവോൾവ് ആയിരിക്കുന്നത് ഒക്കെ കൃത്യമായി മനസ്സിലാക്കി ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാനോട് കൂടി തിയേറ്ററിലെത്തുകയും പിന്നീട് ഫൈനൽ ട്രീറ്റ്മെൻറ്റ് എപ്പോഴും മയക്കം കൊടുത്തതിന് ശേഷമുള്ള ആയിരിക്കും. എന്നാൽ പോലും ഫൈനൽ ട്രീറ്റ്മെൻറ്റ് പ്ലാനിലേക്ക് സഹായിക്കുന്ന പല ഉപകരണങ്ങളും ഇന്ന് ലഭ്യമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സെറിബ്രൽ പാൽസിയുടെ കുട്ടികളെ, അവർക്ക് അങ്ങനെ പറ്റിപ്പോയി, അതുകൊണ്ട് അവർ അങ്ങനെ ജീവിക്കുള്ളൂ എന്ന് വിചാരിച്ചിരിക്കരുത്. പക്ഷേങ്കിൽ അങ്ങനെയുള്ള കുട്ടികളിൽ അവരെ കമ്മ്യൂണിറ്റി ആംബുലേറ്റേഴ്സ് ആക്കി നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ജോലികൾ ചെയ്ത് മുന്നോട്ട് അവരുടെ ജീവിതം നയിക്കാനുള്ള കെൽപ്പുള്ളവരാക്കി മാറ്റാൻ എല്ലാവരും പുതിയ സാഹചര്യങ്ങൾ ഉപയോഗിക്കണം.